ഗൾഫ് നാടുകളിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജോലി നഷ്ടപ്പെടുന്നവർക്ക് ബദൽ ജോലി കണ്ടെത്തുന്നതുവരെ 6 മാസത്തെ ശമ്പളം നൽകുമെന്നും പ്രവാസികൾക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജോബ് പോർട്ടൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ മലയാളി സമൂഹം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് നാടുകളിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ഒട്ടേറെ സഹായങ്ങൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലി നഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു ജോലി കിട്ടുന്നതുവരെ സാമ്പത്തിക സഹായം നൽകുമെന്നും പറഞ്ഞു. ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ, തൊഴിൽ നഷ്ടപ്പെട്ട് ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. ജോലി കിട്ടും വരേക്കുള്ള അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടാനാണ് ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതര ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്ത ഓരോ വർഷത്തിനും ഓരോ മാസത്തെ ശമ്പളം എന്ന രീതിയിൽ നൽകാനാകുമോ എന്ന് പരിശ്രമിക്കും. ഗൾഫ് നാടുകളിൽ മരണപ്പെടുന്ന നിർധനരുടെ മൃതദേഹങ്ങൾ സർക്കാർ ചെലവിൽ നാട്ടിലെത്തിക്കും. ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയിലുകളിൽ കഴിയുന്ന മലയാളികൾക്ക് നിയമസഹായം നൽകാൻ അഭിഭാഷക പാനൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. ദുബായ് ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ യോഗം UAE ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക, സാമൂഹിക, വാണിജ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ടി ജമാലുദ്ദീൻ, ദുബായ്. ആവേശകരമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് UAE മലയാളി സമൂഹം നൽകിയത്. ദുബായിലെ ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മുദ്രാവാക്യം വിളിച്ചാണ് ജനങ്ങൾ പിണറായി വിജയനെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. ദുബായ് സ്റ്റേഗൻബർഗർ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി TV NRI ബിസിനസ് ഓൺട്രപ്രണർ അവാർഡുകൾ സമ്മാനിച്ചത്. വാണിജ്യ വ്യവസായ രംഗത്തെ മികവിന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. UAE മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് ദുബായ് ആംഫി തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകരണമൊരുക്കിയത്. ആംഫി തിയേറ്ററിലേക്ക് പിണറായി വിജയൻ കടന്നു വന്നപ്പോൾ UAE വിവിധ എമിറേറ്റുകളിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തിയ ആയിരങ്ങൾ അഭിവാദ്യങ്ങളോടെ എതിരേറ്റു. പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. ഒട്ടേറെ വിഷമം അനുഭവിക്കുന്ന പ്രവാസി സഹോദരങ്ങളാണ് ഇവിടെയുള്ളത്. ഇത്തരം ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങൾ എന്ന നിലക്ക് നമ്മുടെ നാടിന്റെ ബാധ്യതയായി തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. UAE സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരുടെയും വാണിജ്യ പ്രമുഖരുടെയും സാന്നിധ്യം സ്വീകരണ യോഗത്തിലുണ്ടായിരുന്നു. ഗൾഫ് നാടുകളിൽ കഷ്ടത അനുഭവിക്കുന്ന പ്രവാസി മലയാളികളെ സഹായിക്കാൻ എല്ലാവരും ഒരുമയോടെ മുന്നോട്ട് വരണമെന്ന ആഹ്വാനത്തോടെയാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രവാസികൾക്ക് താങ്ങും തണലുമായി എന്നും കൂടെയുണ്ടെന്ന സന്ദേശവും മുഖ്യമന്ത്രി നൽകി. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. പ്രവാസ ലോകത്തെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിഭകൾക്കായി കൈരളി TV ഏർപ്പെടുത്തിയ അവാർഡുകൾ സമ്മാനിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ അവാർഡുകൾ വിതരണം ചെയ്തത്. ദുബായ് സ്റ്റേഗൻബർഗർ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി TV NRI ബിസിനസ് ഓൺട്രപ്രണർ അവാർഡുകൾ സമ്മാനിച്ചത്. വാണിജ്യ വ്യവസായ രംഗത്തെ മികവിന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് നൽകി. സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷബീർ നല്ലിക്കോടും മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ജോയ് ആൽക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ആൽക്കാസ്, ഖത്തറിലെ ബഹസാദ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ JK മേനോൻ, ഫാത്തിമ ഗ്രൂപ്പ് CEO സമീർ സുലൈമാൻ എന്നിവരാണ് യങ് ഓൺട്രപ്രണർ അവാർഡുകൾ നേടിയത്. ബിസിനസ് എക്സലൻസ് അവാർഡുകൾക്ക് അർഹരായ സൗദിയിലെ വേൾഡ് സ്ക്വയർ ഫുഡ്സ് ആൻഡ് ബീവറേജസിന്റെ സാരഥികൾ മുബീർ ഖാലിദ്, ഷഹീർ മക്സൂദ്,
ദോഹ സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് പി ഹമീദ്, ദോഹ SVP ചാർട്ടേഡ് അക്കൗണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഷെജി വലിയകത്ത്, UAE അല്ലാസർ ഗ്രൂപ്പ് CEO വർഗീസ് പനക്കൽ എന്നിവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആമുഖ പ്രഭാഷണം നടത്തി. അവാർഡ് ജൂറി ചെയർമാൻ ഡോക്ടർ രവി പിള്ള, അംഗങ്ങളായ സുധീർ കുമാർ ഷെട്ടി, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ VK അഷ്റഫ്, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് ഡയറക്ടർ EM അഷ്റഫ്, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ S രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. UAPA കാപ്പ നിയമങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. പോലീസ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലെന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. പോലീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലെന്ന വിമർശനത്തെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു. പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സാധാരണഗതിയിൽ ഉയരുന്ന പ്രശ്നങ്ങൾ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ട്. അത് ആരുന്നയിച്ചാലും പരിശോധിക്കും. അത് നിങ്ങൾ ഉന്നയിച്ചാലും പരിശോധിക്കും, ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഉന്നയിച്ചാലും പരിശോധിക്കും. അഴിമതിക്കെതിരെ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. കാപ്പയും UAPAയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കരുത്. ഞങ്ങള് ജനാധിപത്യ അവകാശങ്ങൾ ഒരു തരത്തിലും നിഷേധിക്കാൻ പാടില്ല എന്ന ശക്തമായ അഭിപ്രായത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ കാപ്പ ഉപയോഗിക്കുക അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. UAPAയോട് നേരത്തെ തന്നെ വിയോജിപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുള്ളത്, ചില തീവ്രവാദ കേസുകൾ വരുമ്പോൾ ആ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി സ്വാഭാവികമായി തന്നെ UAPA വരുന്നുണ്ട്. പീപ്പിൾ TV, ഗൾഫ് ബ്യൂറോ. UAPA രാജ്യദ്രോഹ കുറ്റം, NIA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ FIR തയ്യാറാക്കുന്നതിന് മുൻപ് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി തേടിയിരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. UAPA രാജ്യദ്രോഹ കുറ്റകൃത്യങ്ങളിലെ വകുപ്പുകൾ ചുമത്തുന്നതിന് ആവശ്യമായ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവ ചുമത്താവൂ എന്നും DGP തയ്യാറാക്കിയ സർക്കുലറിൽ പറയുന്നു. അറസ്റ്റുകളിൽ പാലിക്കേണ്ട സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും DGP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും FIR തയ്യാറാക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉറപ്പുവരുത്തണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയത്. മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ ഈയിടെ രജിസ്റ്റർ ചെയ്ത ചില കേസുകളും FIRകളും പരിശോധിച്ചപ്പോൾ സെഷനുകൾ ചുമത്തുന്നതിലും മറ്റും വേണ്ടത്ര അവധാനത പുലർത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. കേസുകളുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച വിവിധ സർക്കുലറുകൾ നിലവിലുണ്ട്. ഇതും സുപ്രീംകോടതി നിർദ്ദേശവും പാലിച്ച് ആകണം അറസ്റ്റുകൾ നടത്തേണ്ടത്. ഇക്കാര്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശരിയായ മേൽനോട്ടം ഉണ്ടാകണമെന്നും DGP നിർദ്ദേശിക്കുന്നു. മനുഷ്യക്കടത്ത് കേസുകൾ പോലെ ചില പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് വിജ്ഞാപനപ്രകാരം അന്വേഷണ ചുമതല നൽകുന്ന കേസുകളിൽ പ്രസ്തുത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാകണം സെഷനുകളും വകുപ്പുകളും നിശ്ചയിക്കേണ്ടത്. UAPA രാജ്യദ്രോഹം, NIA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ FIR തയ്യാറാക്കുന്നതിന് മുൻപ് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി തേടിയിരിക്കണം. ഇത്തരം വകുപ്പുകൾ ചുമത്തുന്നതിന് ആവശ്യമായ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ ചുമത്താവൂ എന്നും DGPയുടെ ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. UAPA രാജ്യദ്രോഹ കുറ്റം തുടങ്ങിയ വകുപ്പുകളിൽ DYSP SP തല ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അവബോധം നൽകുന്നതിനുള്ള നടപടികൾ റേഞ്ച് IGമാർ കൈക്കൊള്ളണം. ഇതിനായി സംസ്ഥാന തലത്തിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിലെ കാപ്പംകൊല്ലി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വിശ്വാസികൾ ഇത്തവണ ക്രിസ്മസിനെ വരവേൽക്കുന്നത് കൂറ്റൻ സാന്താക്ലോസിനെ ഒപ്പമാണ്. വഴിയരികിലെ സാന്താക്ലോസ് ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇവിടെ. തേയിലത്തോട്ടത്തിനിടയിൽ ഉയർന്നു നിൽക്കുന്ന സാന്താക്ലോസ് അപ്പൂപ്പൻ കാപ്പംകൊല്ലി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ യുവാക്കൾ ദിവസങ്ങളെടുത്ത് നിർമ്മിച്ചതാണ്. ഊട്ടി റോഡിലെ യാത്രികർക്കുൾപ്പെടെ കൗതുകമാവുന്ന കൂറ്റൻ സാന്താക്ലോസിന് 42 അടി ഉയരമുണ്ട്. ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് സന്തോഷവും സമ്മാനവും കൊടുക്കുന്ന ഒരു സന്തോഷവും ആ ഒരു
കാഴ്ചപ്പാടിലാണ് ക്രിസ്മസ് പാപ്പയെ നിർമ്മിക്കാൻ തീരുമാനിച്ചതും. തുണിയും വൈക്കോലുമെല്ലാം ഉപയോഗിച്ചാണ് നിർമ്മാണം. സാന്റാക്ലോസിനൊപ്പം കൂറ്റൻ നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമൊക്കെയായാണ് ഈ ഗ്രാമം ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കൊല്ലത്ത് കോൺഗ്രസ് അന്ധവിശ്വാസത്തിൽപ്പെട്ട് കുഴങ്ങുന്നു. DCCയിൽ പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങിയതിനു ശേഷം 3 പേരുടെ തലതെറിച്ചു. ഏറ്റവും ഒടുവിൽ കെ കരുണാകരൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ ഭദ്രദീപത്തിൽ നിന്ന് തീ പടർന്ന ബിന്ദുകൃഷ്ണയുടെ സാരിക്ക് തീപിടിച്ചു. സ്ഥലപ്പേര് കാവച്ച് തുടങ്ങുന്ന മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ജോത്സ്യൻ പറഞ്ഞുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തൽ കൂടിയായതോടെ കോൺഗ്രസ് രാഷ്ട്രീയം എവിടേക്കെന്ന് വ്യക്തം. പ്രതാപവർമ്മ തമ്പാൻ രാജീവ് ഗാന്ധി അനുസ്മരണത്തിന് വിളക്ക് ഊതിക്കെടുത്തിയതിനു ശേഷം കൊല്ലം DCC വിവാദങ്ങളുടെ പെരുമഴക്കാലത്തിനാണ് ഇങ്ങോട്ട് സാക്ഷ്യം വഹിച്ചത്. DCCയിൽ പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങിയതോടെ തമ്പാന്റെ പ്രസിഡന്റ് സ്ഥാനം തെറിച്ചു. പിന്നീട് ബാക്കി നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതോടെ എഴുകോൺ സത്യശീലനും വീണു. കൊടിക്കുന്നിൽ സുരേഷ് എത്തി പഴയ കെട്ടിടം പുതുക്കി പണിതു. അതോടെ സുരേഷും ഔട്ടായി. ഇതിനിടെ പഴയ പ്രസിഡന്റ് രഹസ്യമായി പ്രശ്നം വെപ്പിച്ചപ്പോൾ DCC സ്ഥിതി ചെയ്യുന്ന ഭൂമി രണഭൂമിയാണെന്നും പാപഭൂമിയാണെന്നും അറിയിച്ചുവത്രേ. ഇക്കാര്യം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇന്ന് ചർച്ചയാണ്. ഒടുവിലിത കെ കരുണാകരൻ അനുസ്മരണ ദിനത്തിൽ ഭദ്രദീപം കത്തിക്കുന്നതിനിടെ ബിന്ദുകൃഷ്ണയുടെ സാരിക്കു തീപിടിച്ചു. ഇതേ പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മൈക്കെടുത്ത് ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണ് ക എന്ന് തുടങ്ങുന്ന മണ്ഡലം നോക്കി മത്സരിച്ചെന്ന് വെളിപ്പെടുത്തിയതോടെ കോൺഗ്രസിനെ ബാധിച്ച അന്ധവിശ്വാസം കൂടുതൽ വ്യക്തമായത്. അപ്പൊ അന്ന് ഒരു ജോത്സ്യര് പറഞ്ഞു വായിൽ തുടങ്ങുന്ന മണ്ഡലത്തിൽ മത്സരിക്കുന്നു വടക്കൻ പറവൂര്. അന്ധവിശ്വാസമല്ലേ ഇതൊക്കെ എന്ന് കോൺഗ്രസിലെ പുരോഗമന ചിന്തയുള്ളവർ ചോദിച്ചാൽ തമ്പാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് അനുഭവിക്കുമ്പോൾ സ്വയം പഠിക്കുമെന്ന്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കരുണാകരന്റെ അനുയായിയായി ജീവിക്കണമെന്ന് പ്രതാപവർമ്മ തമ്പാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എ ഗ്രൂപ്പിന്റെ അവഗണനയ്ക്കും ഭ്രഷ്ടിനുമെതിരെയാണ് തമ്പാന്റെ പ്രതിഷേധം. മുമ്പൊരിക്കലും ലീഡർ കെ കരുണാകരനെ അംഗീകരിച്ചിട്ടില്ലാത്ത പ്രതാപവർമ്മ തമ്പാൻ ലീഡറുടെ അനുസ്മരണ ദിനത്തിൽ വീണ്ടും വിചാരത്തിന് തയ്യാറായത് എ ഗ്രൂപ്പുകളെ ഒരുപോലെ ആക്രമിക്കാനാണെന്ന് വ്യക്തം. ഏത് സാഹചര്യത്തിലും അണികളെയോ ഒപ്പം നിൽക്കുന്നവരെയോ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന ലീഡറുടെ ഉറച്ച നിലപാട് വൈകിയാണെങ്കിലും താൻ അംഗീകരിക്കുന്നുവെന്ന് തുറന്നു സമ്മതിക്കുന്നു. എ ഗ്രൂപ്പ് നേതൃത്വം ഇത് കണ്ടു പഠിക്കണമെന്നും തമ്പാൻ പറയാതെ പറയുകയാണ്. ഒപ്പം നിന്നവർ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞ നന്ദികെട്ട ഐ ഗ്രൂപ്പിലെ പ്രമാണിമാരെയും തമ്പാൻ ഒറ്റവരിയിലൂടെ വിമർശിക്കുന്നു. കണ്ണടയ്ക്കുമ്പോൾ സ്വന്തം മകന് 3 രൂപ മെമ്പർഷിപ്പ് വാങ്ങി നൽകാൻ കഴിയാതെ പോയ കോൺഗ്രസ് ലീഡറുടെ രാഷ്ട്രീയ ചരിത്രം ഈ അനുസ്മരണ ദിനത്തിൽ എല്ലാവരെയും ഒരുപക്ഷെ ഓർമ്മപ്പെടുത്താനും കൂടി ലക്ഷ്യമിട്ടായിരിക്കാം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കരുണാകരന്റെ അനുയായിയായി ജീവിക്കണമെന്ന് പ്രതാപവർമ്മ തമ്പാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരികെ വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നടപ്പിലാക്കിയിട്ട് 3 പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് വിവരാവകാശ രേഖകൾ. 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്നിരിക്കെ നിരവധി പരാതികളാണ് വർഷങ്ങളായി തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നടപ്പിലാക്കി തുടങ്ങിയത്. രാജ്യം ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുമ്പോൾ ഇതുവരെയുള്ള ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. ദേശീയ സംസ്ഥാന കമ്മീഷനുകളിലും ജില്ലാ ഫോറങ്ങളിലുമായി 45,66,475 പരാതികൾ ലഭിച്ചതിൽ 4,385 ഇപ്പോഴും തീർപ്പ് കാത്തു കിടക്കുന്നുണ്ട്. പരാതികളിൽ 90 ദിവസത്തിനകം നടപടി സ്വീകരിക്കണമെന്നിരിക്കെ ഈ പരാതികളിൽ മിക്കതും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നവയാണ്. അഡ്വക്കേറ്റ് DB ബിനു. ഉപഭോക്തൃ ഫോറങ്ങൾ ജനങ്ങളുടെ കോടതികളാണ്. അത് സമയബന്ധിതമായി തീർപ്പാക്കിയാൽ മാത്രമേ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാകൂ, ആ നിയമത്തിൻ്റെ ലക്ഷ്യം സാർത്ഥകമാകൂ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉപഭോക്തൃ കോടതികളുടെ മുമ്പിൽ കാണാൻ കഴിയും. ഈ അവസ്ഥയാണ് ഉപഭോക്താക്കളെ കോടതികളിൽ നിന്നും ഒഴിവാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അകറ്റുന്നതിൻ്റെ പ്രധാനമായ കാരണം. മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ്. സംസ്ഥാന കമ്മീഷനിൽ 28,948 പരാതികൾ ലഭിച്ചതിൽ 2,222 ഇനി തീർപ്പ് കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശമ്പളം വൈകിപ്പിച്ചതിനെ തുടർന്ന് ഇടുക്കി ഹാരിസൺ മലയാളം മോങ്കലാർ തോട്ടത്തിൽ തൊഴിലാളികൾ നടത്തിവന്നിരുന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു.
ശമ്പളം കളക്ടറുടെ അക്കൗണ്ട് വഴി നൽകാൻ സർക്കാർ സംവിധാനമുള്ളപ്പോഴാണ് നോട്ട് നിരോധനത്തിന്റെ മറവിൽ കമ്പനി ശമ്പളം വൈകിപ്പിച്ചത്. ഹാരിസൺ മലയാളം കമ്പനിയുടെ മൂങ്കലാർ തോട്ടത്തിലെ മാനേജരെയാണ് തൊഴിലാളികൾ തുടർച്ചയായ 2ാം ദിവസവും തടഞ്ഞുവെച്ചത്. തൊഴിലാളികൾക്ക് എല്ലാ മാസവും 14-ന് നൽകിയിരുന്ന ശമ്പളം മുടങ്ങിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കറൻസി നിരോധനത്തെ തുടർന്ന് തോട്ടം തൊഴിലാളികൾക്കുള്ള ശമ്പളം ജില്ലാ കളക്ടർമാരുടെ അക്കൗണ്ട് വഴി നൽകാൻ സർക്കാർ സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിലും ഇത് ഉപയോഗിക്കാതെയാണ് കമ്പനി ശമ്പളം വൈകിപ്പിക്കുന്നത്. ഉത്സവകാലങ്ങളിൽ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന അഡ്വാൻസ് തുകയും കമ്പനി ഇത്തവണ നൽകിയിട്ടില്ല. മാനേജ്മെന്റ് വളരെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരായിട്ടാണ് CITU, INTUC, HRP യൂണിയൻ, AITUC തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായി ഇന്നലെ രാവിലെ മുതൽ രാപ്പകൽ സമരം എന്നുള്ള നിലയ്ക്ക് ഈ ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. ഈ ധിക്കാരപരമായ സമീപനം തിരുത്തുവാൻ മാനേജ്മെന്റ് തയ്യാറാവണം. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളികളുടെ ജീവത്തായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ ഇടപെടൽ അടിയന്തരമായി നടത്തണമെന്ന്. മറ്റുള്ള ഞങ്ങൾക്ക് അരിയും സാധനവും വാങ്ങിച്ച് കഞ്ഞി കുടിക്കുന്നതോ വസ്ത്രങ്ങൾ വാങ്ങിക്കാനോ യാതൊരു നിവൃത്തിയില്ല. നാളത്തെ കഴിഞ്ഞ് ക്രിസ്മസ് ആണ്. ഞങ്ങളുടെ ആ ഫെസ്റ്റിവലിന്റെ ആവശ്യങ്ങൾ പോലും ഞങ്ങൾ മുടക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഉത്സവമാണ്. അതിന്റെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ മുടക്കി വെക്കാം. പക്ഷെ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം മുടക്കി വെക്കാൻ പറ്റത്തില്ല. അവരെ ആ ഹോസ്റ്റലിൽ ഞങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കറൻസി നിരോധനത്തിന്റെ മറവിൽ കമ്പനി മനഃപൂർവ്വം ശമ്പളം വൈകിപ്പിക്കുകയാണെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. 36 മണിക്കൂർ പിന്നിട്ട ഉപരോധ സമരം പീരുമേട് തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. 28-ന് മുമ്പ് കുടിശ്ശികയടക്കം ശമ്പളം നൽകാമെന്നാണ് കമ്പനി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വ്രതശുദ്ധിയുടെ 41 ദിവസത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല മണ്ഡലപൂജയ്ക്കായി ഒരുങ്ങി. 25-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും 26-ന് മണ്ഡലപൂജയും നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡലപൂജ 26-ന് നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി വരുന്നു. തന്ത്രി ഖണ്ഡര് രാജീവർ. മണ്ഡലപൂജ ഈ ഡിസംബർ 26-ാം തീയതി ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 25-ന് തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച തങ്കയങ്കി ചാർത്തി ദീപാരാധന, അതൊരു വിശേഷാൽ പൂജ തന്നെയാണത്. 22-ന് ആറന്മുളയിൽ നിന്നും തിരിച്ച തങ്കയങ്കി ഘോഷയാത്ര നാളെ പമ്പയിൽ എത്തിച്ചേരും. തുടർന്ന് സന്നിധാനത്തെത്തിക്കുന്ന തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 26-ന് രാവിലെ 10 മണിയോടെ മണ്ഡലപൂജയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മകരവിളക്ക് പൂജകൾക്കായി 30-ന് വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല. പാലക്കാട് കടപ്പാറയിലെ ആദിവാസികൾക്കുള്ള ഭൂമി വിതരണം അട്ടിമറിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുൻ നെന്മാറ DFO നൽകിയ തെറ്റായ റിപ്പോർട്ടാണ് ഭൂമി വിതരണം അനിശ്ചിതത്വത്തിലാക്കിയതെന്ന് ആക്ഷേപമുണ്ട്. സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി KD പ്രസേനൻ MLAയുടെ നേതൃത്വത്തിൽ 27-ന് നെന്മാറ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കടപ്പാറ മൂർത്തിക്കുന്ന് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകാനുള്ള തീരുമാനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മുടങ്ങിയിരിക്കുന്നത്. ഭൂമിക്കായി കുടിൽ കെട്ടി സമരം തുടരുന്ന 22 കുടുംബങ്ങൾക്ക് 60 സെന്റ് വീതം ഭൂമി നൽകാനായിരുന്നു തീരുമാനം. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ പട്ടികവർഗ, വനം, റവന്യൂ വകുപ്പ് അധികൃതരുടെ യോഗമാണ് നേരത്തെ ഭൂമി വിതരണത്തിന് തീരുമാനമെടുത്തത്. ഇതിനായി വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേയും പൂർത്തിയായി. എന്നാൽ സ്ഥലം മാറിപ്പോയ നെന്മാറ DFO നൽകിയ റിപ്പോർട്ട് തീരുമാനം നടപ്പാക്കാൻ തടസ്സമായിരിക്കുന്നു. സമരഭൂമി സന്ദർശിച്ച ആലത്തൂർ MLA KD പ്രസേനൻ ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് നടപ്പാക്കി ഭൂമി വിതരണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനായി സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന DFO താൻ പോകുന്ന പോക്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ അറിയിക്കാതെ കൃത്രിമമായി ഈ രേഖകൾ ഉണ്ടാക്കി എന്ന കള്ള സാക്ഷ്യപത്രം തയ്യാറാക്കി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മന്ത്രിമാരുടെ ഉപസമിതി യോഗം ആദിവാസികൾക്കുള്ള ഈ പട്ടയ വിതരണം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. DFO നൽകിയ റിപ്പോർട്ട് തള്ളണമെന്നും ഭൂമി വിതരണം ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ആദിവാസികൾ ഈ മാസം 27-ന് നെന്മാറ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതിൽ പങ്കെടുക്കുമെന്നും സ്ഥലം MLA KD പ്രസേനൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.